ഹായ്, ദിസ് ഈസ് ജി പി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി പിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ട്രൈബൽസ്, ദിക്കൂസ് ആൻഡ് ദ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്. ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ ഈ ഗോത്രവർഗ്ഗക്കാർ, ആദിവാസികൾ, അല്ലെങ്കിൽ കാടുകളിലൊക്കെ ജീവിക്കുന്ന ആ ആൾക്കാരെക്കുറിച്ചും, ദിക്കൂസ് എന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ്, ഔട്ട്സൈഡർ എന്നാണ് അതിനർത്ഥം. ട്രൈബൽസിനെ കുറിച്ചും ഫോറിനേഴ്സിനെ കുറിച്ചും, അതുപോലെ തന്നെ വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്, ഒരു ഗോൾഡൻ ഏജിൻ്റെ കുറിച്ചുള്ളൊരു വിഷനെ കുറിച്ചൊക്കെ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രൈബൽസൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നെന്നും, കോളോണൈസേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂളെല്ലാം ഈ ട്രൈബൽസിൽ, ഈ ഗോത്രവർഗ്ഗക്കാരിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാക്കിയെന്നും അതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ഇൻ 1895 1895 എ മാൻ നെയ്മഡ് ബിർസ, ഒരാളുടെ പേരാണ് ബിർസ. എ മാൻ നെയ്മഡ് ബിർസ എന്ന പേരുള്ള ഒരാൾ വാസ് സീൻ റോമിങ് ഇൻ ദ ഫോറസ്റ്റ്. റോമിങ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാടുകളിൽ ചുറ്റി നടക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബിർസ എന്ന ഒരാളെ 1895 കണ്ടു. ആൻഡ് വില്ലേജസ് ഓഫ് ഛോട്ടാ നാഗ്പൂർ, ഫോറസ്റ്റും അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ, ബീഹാറിലെ ഛോട്ടാ നാഗ്പൂർ എന്ന സ്ഥലത്തെ ഗ്രാമങ്ങളിലൊക്കെ ചുറ്റി നടക്കുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബിർസ എന്നൊരാൾ. പീപ്പിൾ സെഡ് ഹി ഹാഡ് മിറാക്കുലസ് പവേഴ്സ്, ദൈവിക ശക്തി ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു അയാൾക്ക്. ഹി കുഡ് ക്യൂർ ഓൾ ഡിസീസസ് ആൻഡ് മൾട്ടിപ്ലൈ ഗ്രെയിൻ. അപ്പോൾ അയാൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളും ക്യൂർ ചെയ്യാൻ പറ്റും, ശരിയാക്കും. എല്ലാ രോഗങ്ങളും ശരിയാക്കും, ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ വിളവിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് വിളവ് അവർക്ക് കിട്ടാൻ പറ്റും. അതിനൊക്കെയുള്ള കഴിവുണ്ട് ഈ ബിർസയ്ക്കെന്ന് ആൾക്കാർ വിചാരിച്ചു. ബിർസ ഹിംസെൽഫ് ഡിക്ലെയർഡ് ദാറ്റ് ഗോഡ് ഹാഡ് അപ്പോയിൻറ്റഡ് ഹിം ടു സേവ് ഹിസ് പീപ്പിൾ ഫ്രം ട്രബിൾ, ഫ്രീ them ഫ്രം സ്ലേവറി ഓഫ് ദിക്കൂസ്, ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ബിർസ ഡിക്ലെയർ ചെയ്തു, ബിർസ പറഞ്ഞു ദാറ്റ് ഗോഡ് ഹാഡ് അപ്പോയിൻറ്റഡ് ഹിം ടു സേവ് ഹിസ് പീപ്പിൾ ഫ്രം ട്രബിൾ. അതായത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, ട്രബിളിൽ നിന്നും അവിടുത്തെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്ത, ദൈവം പറഞ്ഞു വിട്ട ആളാണ് ഈ ബിർസ എന്ന് ഈ ബിർസ അവിടെ എല്ലാവരോടും പറഞ്ഞു. ഫ്രീ them ഫ്രം ദ സ്ലേവറി ഓഫ് ദിക്കൂസ്. സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്തം, ദിക്കൂസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡേഴ്സ്. ഇവിടെ ഔട്ട്സൈഡറായിട്ട് പല ദേശത്തു നിന്ന് വന്ന, അല്ലെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആൾക്കാർ, അവരുടെ സ്ലേവറിൽ നിന്നും, അവരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് ദൈവം പറഞ്ഞു വിട്ട ആളാണ് ബിർസ എന്ന് ബിർസയും പറഞ്ഞു. സൂൺ തൗസൻഡ്സ് ബിഗാൻ ഫോളോയിങ് ബിർസ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ബിർസേനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, ബിർസേനെ ആദരിക്കാൻ തുടങ്ങി. ബിലീവിങ് ദാറ്റ് ഹീ വാസ് ഭഗവാൻ, ഗോഡ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ ബിർസ ഭഗവാനാണെന്നും അല്ലെങ്കിൽ ദൈവമാണെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ബിർസയെ ആരാധിക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് കം ടു സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരാനായിട്ട് ഈ ബിർസനും വരാനും ഒക്കെ തുടങ്ങി. ഒരുപാട് ഫോളോവേഴ്സായി ബിർസയ്ക്ക്. ബിർസ വാസ് ബോൺ ഇൻ എ ഫാമിലി ഓഫ് മുന്താസ്. മുന്താസ് എന്ന ഫാമിലി ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ദാറ്റ് ലിവ്ഡ് ഇൻ ഛോട്ടാ നാഗ്പൂരിൽ ജീവിച്ചിരുന്ന ഒരു ഗോത്ര സമൂഹമായ മുന്താസ് എന്ന ഫാമിലിയിൽ, ആ ഗോത്രത്തിൽ ജനിച്ച ആളാണ് ഈ ബിർസ. ബട്ട് ഹിസ് ഫോളോവേഴ്സ് ഇൻക്ലൂഡഡ് അതർ ട്രൈബൽസ് ഓഫ് ദ റീജിയൻ, സന്താൾസ് ആൻഡ് ഒറായോൺസ്. അപ്പോൾ അവരുടെ ഫോളോവേഴ്സ്, ഈ ബിർസയുടെ ഫോളോവർ എന്ന് പറയുന്നത്, ഈ ബിർസനെ ആരാധിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മുണ്ടാസും മാത്രമല്ല, ഈ സന്താൽസും ഒറയോൺസും ആ ട്രൈബൽ ഗ്രൂപ്പുകളും
ഈ ഈ ബിർസയെ ആരാധിക്കാൻ തുടങ്ങി. All of them in different ways were unhappy with the changes they were experiencing and the problems they were facing under British rule. ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. അതിനെല്ലാം അവർ വളരെ അൺഹാപ്പി ആയിരുന്നു. അവർ വളരെ സന്തോഷവാന്മാരായിരുന്നില്ല. ഈ ബ്രിട്ടീഷിൻ്റെ റൂൾ വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായി. അതിനെല്ലാം അവർ വളരെ ദുഃഖിതരായിരുന്നു ആൾക്കാരെല്ലാം. അപ്പോൾ ആ ആൾക്കാരെല്ലാം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്, ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, അവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഈ ബിർസയുടെ അടുത്ത് വരികയാണ്. ദെയർ ഫെമിലിയർ വേസ് ഓഫ് ലൈഫ് സീംഡ് ടു ബി ഡിസപ്പിയറിങ്. അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള അവരുടെ സാധാരണ ജീവിതമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെയർ ലൈവ്ലിഹുഡ്സ് വെയർ അണ്ടർ ത്രെറ്റ്. അവരുടെ ജീവിതമാർഗം, അവരുടെ ജോലി, അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ, അതെല്ലാം വളരെ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ആൻഡ് ദെയർ റിലീജിയൻ അപ്പിയർഡ് ടു ബി ഇൻ ഡേഞ്ചർ. അവരുടെ റിലീജിയൻ വരെ ഒരു ഡേഞ്ചറിൽ, ഒരു അപകടത്തിലായ അവസ്ഥയായിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ ആ റൂളിൻ്റെ സമയത്തുണ്ടായിരുന്നത്. വാട്ട് പ്രോബ്ലംസ് ഡിഡ് ബിർസ സെറ്റ് ഔട്ട് ടു റിസോൾവ്? എന്തൊക്കെ പ്രോബ്ലംസാണ് ബിർസ സോൾവ് ചെയ്തത്? ഹൂ വെയർ ദ ഔട്ട്സൈഡേഴ്സ് ബീയിങ് റെഫേർഡ് ടു ആസ് ദിഖൂസ്? ഈ ദിഖൂസ് എന്ന് പറയുന്ന ഔട്ട്സൈഡേഴ്സ് ആരാണ്? ആൻഡ് ഹൗ ഡിഡ് ദേ എൻസ്ലേവ് ദ പീപ്പിൾ ഓഫ് ദ റീജിയൻ? അപ്പോൾ എങ്ങനെയാണ് ഈ ദിഖൂസ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഈ റീജിയനിലെ ആൾക്കാരെ അടിമകളാക്കിയത്? വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ ട്രൈബൽ പീപ്പിൾ അണ്ടർ ബ്രിട്ടീഷ് റൂളിൻ്റെ ഉള്ളിൽ, ബ്രിട്ടീഷുകാരുടെ റൂളിൽ എന്തൊക്കെയായിരുന്നു ഈ ട്രൈബൽ ആൾക്കാരുടെ ഉള്ളിൽ നടന്നത്? അവിടെ എന്തൊക്കെ ചേഞ്ചസ് വന്നു? ഹൗ ഡിഡ് ദെയർ ലൈഫ്സ് ചേഞ്ച്? എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചാണ് വന്നത് ഈ ട്രൈബൽസിൻ്റെ ജീവിതത്തിൽ? ദീസ് ആർ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് യു വിൽ റീഡ് അബൌട്ട് ഇൻ ദിസ് ചാപ്റ്റർ. ഇതിനെല്ലാത്തിനും ആൻസറാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. യു ഹാവ് റെഡ് അബൌട്ട് ട്രൈബൽ സൊസൈറ്റീസ് ലാസ്റ്റ് ഇയറിലെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു ട്രൈബൽ സൊസൈറ്റിയെ കുറിച്ച്. ഹിസ്റ്ററിയിൽ മോസ്റ്റ് ട്രൈബ്സ് ഹാഡ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ദാറ്റ് വെയർ വെരി ഡിഫറെൻറ്റ് ഫ്രം ദോസ് ലെഡ് ഡൗൺ ബൈ ബ്രാഹ്മണാസ്. ബ്രാഹ്മണന്മാരുടെ കസ്റ്റംസും രീതികളും അവരുടെ റിച്വൽസും ഒന്നും ആയിരുന്നില്ല ട്രൈബൽസിൻ്റെ കസ്റ്റംസും അവരുടെ റിച്വൽസും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ദീസ് സൊസൈറ്റീസ് ഓൾസോ ഡിഡ് നോട്ട് ഹാവ് ദ ഷാർപ്പ് സോഷ്യൽ ഡിവിഷൻസ്. ഈ സൊസൈറ്റികളിൽ, ഈ ഗോത്രങ്ങളിൽ, ഈ ട്രൈബ്സിൻ്റെ ഇടയിൽ സോഷ്യൽ ഡിവിഷൻസ് ഒന്നുമില്ല. അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അങ്ങനെ പല ഡിവിഷൻസും സൊസൈറ്റിയിൽ അവർക്കുണ്ടായിരുന്നു. ബ്രാഹ്മണന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ, അങ്ങനെയുള്ള ഡിവിഷൻസൊക്കെ ഉണ്ടായിരുന്നു, ക്ഷത്രിയന്മാരെന്നൊക്കെ. പക്ഷെ അങ്ങനെയുള്ള ഡിവിഷൻസ് ഒന്നും ഈ നമ്മുടെ ട്രൈബൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. കാസ്റ്റ് സൊസൈറ്റിയിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രൈബൽ സൊസൈറ്റിയിൽ അങ്ങനെയൊന്നുമില്ല. ഓൾ ദോസ് ഹു ബിലോങ് ടു ദ സെയിം ട്രൈബ് thought of themselves as sharing a common ties of kinship. ഒരു ട്രൈബിലുള്ള, ഒരു ഗോത്രത്തിലുള്ള ആൾക്കാരെല്ലാം അവർ വിചാരിക്കും അവരെല്ലാം ഒരു തലമുറയിൽ നിന്നുണ്ടായ ആൾക്കാരാണ്, അവരെല്ലാം തുല്യരാണ്. However, this did not mean that there were no social and economic differences within the tribes. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു സോഷ്യലായിട്ടും ഒരു എക്കണോമിക്കലായിട്ടുള്ള ഡിഫറൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ടാവാം. പക്ഷേ ബ്രാഹ്മണന്മാരുടെ സൊസൈറ്റിയിൽ അവർ ഉണ്ടാക്കിയ അവരുടെ സൊസൈറ്റികളിലുള്ള ഒരുപാട് അങ്ങനെയുള്ള സോഷ്യൽ ഡിഫറൻസസോ ഡിവിഷൻസോ ഒന്നും ഇവരുടെ ട്രൈബ്സിൻ്റെ സൊസൈറ്റിയിലില്ല. ഈ ഒരു ഫിഗർ 1 കാണിക്കുന്നത് വുമൻ ഓഫ് ഡോങ്ക്രിയ കന്ത tribe in Orissa moved through river, passes the river on a way to മാർക്കറ്റിലോട്ട്, ചന്തയിലോട്ട് പോകാനായിട്ട് ഈ ഡോങ്ക്രിയ കാന്ത
ഒറീസയിലെ ട്രൈബ്സാണ് ഗോത്രവർഗ്ഗക്കാർ. അവരുടെ സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിത് ആദ്യം ഈ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഡിഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് ലിവ്. എങ്ങനെയാണ് ഈ ട്രൈബൽ ഗ്രൂപ്പ്സ്, ഈ ഗോത്രവർഗ്ഗക്കാർ, ഈ ഗോത്ര സമൂഹങ്ങൾ എങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. By 19th century ആയപ്പോഴേക്കും ട്രൈബൽ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ വെർ ഇൻവോൾവ് ഇൻ എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്. ഇന്ത്യയിലെ ട്രൈബൽ ഗ്രൂപ്പ്സ് പല വെറൈറ്റി ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ പറയുന്നത് ദേ വേർ ജൂം കൾട്ടിവേറ്റേഴ്സ്. സംവെയർ ജൂം കൾട്ടിവേറ്റേഴ്സ്, ചിലർ ജൂം കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നു. എന്താ ഈ ജൂം എന്ന് നോക്കാം. സം ഓഫ് ദം പ്രാക്ടീസ് ജൂം കൾട്ടിവേഷൻ, ദാറ്റ് ഈസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്ഥലത്ത് കൃഷി ചെയ്തു, പിന്നെ അവിടുന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് കൃഷി ചെയ്തു, പിന്നെ അവിടുന്ന് മാറി വേറൊരു സ്ഥലത്ത് കൃഷി ചെയ്തു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കൾട്ടിവേഷനാണ്, കൃഷി രീതിയാണ് ജൂം കൾട്ടിവേഷൻ. ദിസ് വാസ് ഡൺ ഓൺ സ്മോൾ പാച്ചസ് ഓഫ് ലാൻഡ്. ആദ്യം ഒരു ചെറിയൊരു ഏരിയയിലേക്ക് ചെയ്യും. മോസ്റ്റ്ലി ഇൻ ഫോറസ്റ്റ്. ഇത് ഫോറസ്റ്റുകളിലാണ് അവർ ചെയ്യുക, കാടിനുള്ളിൽ. കൾട്ടിവേറ്റേഴ്സ് കട്ട് ദ ട്രീ ടോപ്സ് ടു അലോ ദ സൺലൈറ്റ് ടു റീച്ച് ദ ഗ്രൗണ്ട്. മരത്തിൻ്റെ എല്ലാം മുകളിൽ വശം അവർ കട്ട് ചെയ്യും. എന്നാലല്ലേ ഈ സൂര്യപ്രകാശം നിലത്തോട്ട് അവർ കൃഷി ചെയ്യുന്ന ആ മണ്ണിലോട്ട് വീഴുള്ളൂ. അതിന് വേണ്ടിയിട്ട് മുകളിൽ കട്ട് ചെയ്യും. ആൻഡ് ബേൺഡ് ദി വെജിറ്റേഷൻ ഓൺ ദ ലാൻഡ്. അപ്പോൾ താഴെയുള്ള കാടും അതെല്ലാം കത്തിച്ച് കളയും അവർ. ടു ക്ലിയർ ഇറ്റ് ഫോർ കൾട്ടിവേഷൻ. അങ്ങനെ അവിടെയുള്ള ചെടികളും മരങ്ങളും എല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് അവർ ലാൻഡ് ക്ലിയർ ചെയ്യും കൾട്ടിവേഷന് വേണ്ടിയിട്ട്. ദേ സ്പ്രെഡ് ദ ആഷ് ഫ്രം ദ ഫയറിങ്. കത്തിയതിൽ നിന്നുള്ള ചാരമൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്യും മൊത്തം ഭൂമിയിൽ. വിച്ച് കണ്ടെയ്ൻ പൊട്ടാഷ്. ഈ ആഷിൽ, ഈ ചാരത്തിൽ പൊട്ടാഷ് കൂടുതലുണ്ട്. ടു ഫെർട്ടിലൈസ് ദ സോയിൽ. അപ്പോൾ മണ്ണിന് നല്ല ഫലഭൂയിഷ്ടി കിട്ടും. ദേ യൂസ്ഡ് ദി ആക്സ് ടു കട്ട് ട്രീസ് ആൻഡ് ദ ഹോ ടു സ്ക്രാച്ച് ദ സോയിൽ ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഇറ്റ് ഫോർ കൾട്ടിവേഷൻ. അവർ മഴുകൾ, കോടാലി കൊണ്ട് മരങ്ങൾ മുറിക്കും. അതുപോലെ തന്നെ ഈ തൂമ്പ പോലുള്ള ചെറിയ ഉപകരണങ്ങൾ കൊണ്ട് ഈ മണ്ണിനെല്ലാം പ്രിപ്പയർ ചെയ്യും കൃഷിക്ക് വേണ്ടിയിട്ട്. ദേ ബ്രോഡ്കാസ്റ്റ് സീഡ്സ്. എന്നിട്ട് അവർ ഈ സീഡ് വിതയ്ക്കും, വിത്ത് വിതയ്ക്കും. ആൻഡ് ദാറ്റ് ഈസ് സ്കാറ്റേർഡ് the seeds on the field instead of plowing the land. ഈ കലപ്പ കൊണ്ടൊന്നും ഉഴുതാതെ, നിലമൊന്നും ഉഴുതാതെ ചെറുതായിട്ടൊക്കെ കുത്തി കളച്ചിട്ട് അതിൽ ഈ സീഡ്സ് വലിച്ചെറിയാൻ അല്ലെങ്കിൽ വിതയ്ക്കാൻ ചെയ്യുന്നവർ. ആൻഡ് സോയിങ് ദ സീഡ്സ്. വൺസ് ദി ക്രോപ്പ് വാസ് റെഡി, പിന്നെ ക്രോപ്പ് വളർന്നു വന്ന് റെഡിയായി കഴിയുമ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യും. അതിന് വിളവെടുപ്പും നടത്തും. ദേ മൂവ്ഡ് ടു അനദർ ലാൻഡ്. ആദ്യം ഒരു ലാൻഡിലായിരുന്നു, അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞു, ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അടുത്ത ലാൻഡിലോട്ട് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട്. എ ഫീൽഡ് ദാറ്റ് ഹാഡ് ബീൻ കൾട്ടിവേറ്റഡ് വൺസ് വാസ് ലെഫ്റ്റ് ഫാലോ. ഫാലോ എന്ന് പറഞ്ഞാൽ കുറേ സമയം, കുറേ വർഷത്തിന് ഏത് ഫീൽഡിലാണോ കൃഷി ചെയ്തത് ആ ഫീൽഡിൽ കുറേ വർഷത്തിന് അവർ കൃഷി ചെയ്യില്ല, വേറെ ഇതിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഫാലോ ആയിട്ട് വിടുക എന്ന് പറഞ്ഞാൽ ഫോർ സെവറൽ ഇയേഴ്സ്, പല വർഷങ്ങളോളം അവർ അതിനെ വെറുതെ ഇടും. ഓക്കെ. ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് വെർ ഫൗണ്ട് ഇൻ ദ ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ട്രാക്ട്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഇന്ത്യ. സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും. സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭാഗത്തും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്തെയാണ്. നോർത്ത് ഈസ്റ്റ്, ഇത് ഈസ്റ്റാണ്, ഇവിടെ ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ സ്ഥലത്തും അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള കൾട്ടിവേഷൻ ഒരുപാട് ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഇന്ത്യ. മലകളും കാടുകളും ഉള്ള നോർത്ത് ഈസ്റ്റിലും സെൻട്രൽ ഇന്ത്യയിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കൂടുതലായിട്ട് കണ്ടത്. ദേ lives of these tribal people, the lives of these tribal people depended on free movement within the forest. അവർക്ക് ഫോറസ്റ്റ് കാടുകളിലൂടെ അടുത്ത സ്ഥലത്തോട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അവരങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് മാറി കൃഷി ചെയ്ത് പോകുന്നവരാണ്. ആൻഡ് ഓൺ ബീയിങ് ഏബിൾ ടു യൂസ് ദ ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ഫോർ ഗ്രോയിങ് ദെയർ ക്രോപ്സ്.
അവർക്ക് അവരുടെ ആ ഫോറസ്റ്റിലുള്ള ലാൻഡുകളും ഫോറസ്റ്റിനെയൊക്കെ അവരുടെ ക്രോപ്സ്, അവരുടെ വിളകളെ അതായത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ ഓൺലി വേ ദേ കുഡ് പ്രാക്ടീസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അങ്ങനെയാണ് അവർ കാടിലെ ഓരോ സ്ഥലങ്ങളും മരങ്ങൾ കട്ട് ചെയ്ത് കൃഷി ചെയ്ത് പോന്നിരുന്നത്. അതാണ് ജൂം കൾട്ടിവേഷൻ. ഇനി സംവെയർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. ചിലരെന്തായിരുന്നു? ചിലർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു. ഹണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേട്ടയാടുക. ഗ്യാദറേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ എന്നിട്ട് അതിനെ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോറസ്റ്റിലെ വനത്തിലെ പല സാധനങ്ങളും കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഉപയോഗിക്കുക, അത് വിറ്റ് ജീവിക്കുക. അങ്ങനെയാണ് ജീവിക്കുന്നവർ. ഹണ്ടർ ഗ്യാദറർ എന്ന് പറയും. In many regions, tribal groups lived by hunting animals and gathering forest produce. അവർ ആനിമൽസിനെ ഹണ്ട് ചെയ്യും, വേട്ടയാടും. അതുപോലെ തന്നെ ഫോറസ്റ്റിലെ പ്രൊഡ്യൂസുകൾ, ഹണിയും അങ്ങനെയുള്ള പല സാധനങ്ങളും അവർ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഹണ്ടർ ഗ്യാദറർ. ദേ സോ ഫോറസ്റ്റ് ആസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. അവർക്ക് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന് വളരെ എസെൻഷ്യലാണ്. ദ കോൺസ് വേർ സച്ച് എ കമ്മ്യൂണിറ്റി ലിവിങ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ഒറീസ. ഒറീസയിലെ ഫോറസ്റ്റുകളിൽ, ഒറീസ എവിടെയാണ്? ഒറീസ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്താണ്. ഇവിടെ നോക്കിയാൽ കോൺസ് ഈ ഒറീസയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ ആളല്ല, ഗോത്രവർഗമാണ്, ട്രൈബൽസ് ആണ്. were such community living in the forest of Orissa, and they regularly went out on collective hunts. അവരെല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് നായാട്ടിന് പോകും, അല്ലെങ്കിൽ വേട്ടയാടാൻ പോകും. ആൻഡ് ഡിവൈഡഡ് ദ മീറ്റ് എമംഗ്സ് ദംസെൽഫ്. അവർക്ക് കിട്ടുന്ന മീറ്റ്, അവർക്ക് ഏതിനാണോ വേട്ടയാടിയിട്ട് കിട്ടിയ മൃഗത്തിൻ്റെ അതിൻ്റെ മീറ്റ്, അതിൻ്റെ ഇറച്ചി അവർ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. ദേ എയ്റ്റ് ഫ്രൂട്ട്സ്. അവർ ഫ്രൂട്ട്സ് കഴിക്കും. ആൻഡ് റൂട്ട്സ് കളക്റ്റഡ് ഫ്രം ദ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന വേരുകളും ഫ്രൂട്ട്സും ഒക്കെയാണ് അവർ കഴിക്കുന്നത്. ആൻഡ് കുക്ക്ഡ് ഫുഡ് വിത്ത് ദ ഓയിൽ ദേ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി സീഡ്സ് ഓഫ് സാൽ ആൻഡ് മഹുവ. സാൽ, മഹുവ എന്നൊക്കെ പറയുന്നത് വലിയ മരങ്ങളാണ്. അതിൻ്റെ സീഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിൽ ഉപയോഗിച്ചുകൊണ്ട്, എണ്ണ ഉപയോഗിച്ചുകൊണ്ട് അവർ ഭക്ഷണങ്ങൾ പാകം ചെയ്യുക വരെ ചെയ്യും. ദേ യൂസ്ഡ് മെനി ഫോറസ്റ്റ് ഷ്രബ്സ്. ഫോറസ്റ്റിലെ കുറ്റിച്ചെടികളും ഹേർബ്സും മെഡിസിനൽ പർപ്പസിന് അവർ ഉപയോഗിക്കുമായിരുന്നു. ആൻഡ് സോൾഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇൻ ദ ലോക്കൽ മാർക്കറ്റുകളിൽ ഈ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും റൂട്ട്സും ഓയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ, ഹണിയും അങ്ങനെയുള്ളതെല്ലാം ലോക്കൽ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും. ദി ലോക്കൽ വീവേഴ്സ് ആൻഡ് ലെതർ വർക്കേഴ്സ്. വീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തുണികളൊക്കെ ഉണ്ടാക്കുന്ന വീവ് ചെയ്യുന്ന ആൾക്കാർ, നെയ്ത്തുകാർ, അതുപോലെ തന്നെ ലെതർ വർക്ക് ചെയ്യുന്നവരൊക്കെ turned to corns when they needed supplies of kusum and palash flowers to color their clothes and leather. അവരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ ലെതറെല്ലാം കളർ കൊടുക്കാനായിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള കുസും, ഇതെല്ലാം പൂക്കളാണ്, അതിൻ്റെ ചായം ഉപയോഗിച്ചാണ് അവരതെല്ലാം കളർ കൊടുക്കുന്നത്. പലാഷ്, അതെല്ലാം മരത്തിലുണ്ടാവുന്ന പൂക്കളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പൂക്കളിന് വേണ്ടിയിട്ടും ഈ കോൺസിനെ ഈ വീവേഴ്സും ലെതർ വർക്കറും എല്ലാം അപ്രോച്ച് ചെയ്യും. അവർക്ക് അതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂക്കളെ കിട്ടിയ അതുപയോഗിച്ചാണ് അവർ ഈ വസ്ത്രങ്ങളിലും ലെതറിലൊക്കെ ഈ കളർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വേർഡ് കണ്ടു, ഫാലോ എന്ന് പറഞ്ഞാൽ എ ഫീൽഡ് ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ് ഫോർ എ വൈൽ സോ ദാറ്റ് ദ സോയിൽ റിക്കവേഴ്സ് ഫെർട്ടിലിറ്റി. അതായത് ഒരു ഫീൽഡ് കൃഷി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കൃഷി ചെയ്യാതെ വിടുന്നത്, അതെന്തിനാന്ന് പറഞ്ഞാൽ സോയിലിന് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫലഭൂയിഷ്ടി പിന്നെയും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അൺകൾട്ടിവേറ്റഡ് കൾട്ടിവേറ്റ് ചെയ്യാതെ വിടുന്ന അതിനെയെന്ന് പറയുന്നത് ഫാലോ എന്ന് പറയുന്നത്. പിന്നെ സാൽ എന്നാൽ ഒരു ട്രീ ആണ്, ഒരു മരമാണ്. മഹുവയും ഫ്ലവർ ദാറ്റ് ഈസ് ഈറ്റൺ ഓർ യൂസ്ഡ് ടു മേക്ക് ആൽക്കഹോൾ. ഇപ്പം മഹുവ എന്ന് പറയുന്നത് ഒരു ഫ്ലവറാണ്, അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ് മഹുവ. അപ്പോൾ ഈ ഒരു ഫിഗർ 2 എന്ന് പറയുന്നത് ഡോങ്ക്രിയ കാന്ത, വുമൻ ഇൻ ഒറീസ. ഈ ഒറീസയിലുള്ള
ഡോങ്ക്രിയക്കാണ്ട എന്ന ട്രൈബിലെ ആൾക്കാരാണ്, സ്ത്രീകളാണ്. ടേക്ക് ഹോം ദ പണ്ടാനസ് ലീവ്സ് ഫ്രം ദ ഫോറസ്റ്റ് ടു മേക്ക് പ്ലേറ്റ്സ്. ഫോറസ്റ്റിൽ നിന്ന് വലിയ ഇലകളാണ് പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇലകൾ കൊണ്ടുപോകുന്ന ഈ ഒറീസയിലെ ഒരു ട്രൈബായ ഡോങ്ക്രിയക്കാണ്ട എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ സ്ത്രീകളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രം വെയർ ഡിഡ് ദീസ് ഫോറസ്റ്റ് പീപ്പിൾ ഗെറ്റ് ദെയർ സപ്ലൈസ് ഓഫ് റൈസ് ആൻഡ് അതർ ഗ്രെയിൻസ്. നമ്മൾ ഹണ്ടർ ഗ്യാദറിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അവർക്ക് ഗ്രെയിൻസ് വേണം, ഫുഡ് ഗ്രെയിൻസ് വേണം, റൈസും അതുപോലെയുള്ള നാണ്യങ്ങൾ അല്ലെങ്കിൽ ഈ ധാന്യങ്ങൾ വേണം അവർക്ക്. അപ്പോൾ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ, റൈസോ ഗോതമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? അറ്റ് ടൈംസ് ദി എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്. അപ്പോൾ എങ്ങനെയൊക്കെ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ദി എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ്, അവരിങ്ങനെയുള്ള സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. ഗെറ്റിംഗ് വാട്ട് ദേ നീഡഡ് ഇൻ റിട്ടേൺ ഫോർ ദെയർ വാല്യുബിൾ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അവർ ഫോറസ്റ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കൊടുത്തിട്ട് ഈ നെല്ലും ഗോതമ്പും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ മറ്റവരിൽ നിന്ന് അല്ലെങ്കിൽ വില്ലേജ് പീപ്പിളിൽ നിന്ന് വാങ്ങിക്കും. അറ്റ് അതർ ടൈംസ് മറ്റ് ചിലപ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? ദേ ബോട്ട് ഗുഡ്സ് വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് ഏർണിങ്സ്. അവരുടെ ചെറിയ ഏർണിങ്സ് വെച്ച്, അവരുടെ ചെറിയ പൈസ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്നും കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ അരിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവർ വാങ്ങിക്കും. സം ഓഫ് ദെം ഡിഡ് ഓഡ് ജോബ്സ്. മറ്റു ചിലർ ചെറിയ ചെറിയ ജോലികൾ ചെയ്യും. അവിടെ വില്ലേജുകളിൽ പോയിട്ട് അവർ ചെറിയ ജോലികൾ ചെയ്യും. ക്യാരിയിങ് ലോഡ് ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ഭാരം ചുമക്കുക, റോഡ് ബിൽഡിങ് റോഡ്സ്. വൈൽ അതേഴ്സ് ലേബേർഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് പെസൻസ് ആൻഡ് ഫാമേഴ്സ്. ഈ കൃഷിക്കാരുടെ ജോലി സ്ഥലത്ത് അവർ പോയി ജോലി ചെയ്യും ചില ആൾക്കാരൊക്കെ. അങ്ങനെയാണ് അവർക്ക് ചെറിയ പൈസ കിട്ടുന്നത്. ആ പൈസ ഉപയോഗിച്ചാണ് അവർക്ക് വേണ്ട റൈസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നത് മാർക്കറ്റിൽ നിന്ന്. അവർക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്ലൈസ് കൊണ്ട് മാത്രം, കാട്ടിലത്തെ റൂട്ട്സോ ഹണിയോ വെച്ച് മാത്രം അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം അവർ പൈസ കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. വെൻ സപ്ലൈസ് ഓഫ് ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഷ്രാങ്ക്, ഫോറസ്റ്റിലെ പ്രൊഡക്ട്സ് കുറഞ്ഞു കഴിയുമ്പോൾ ട്രൈബൽ പീപ്പിൾ ഹാഡ് ടു ഇൻക്രീസിംഗ്ലി വാണ്ടർ അറൗണ്ട് ഇൻ സെർച്ച് ഓഫ് വർക്ക് ആസ് ലേബറേഴ്സ്. അപ്പോൾ അവർക്ക് ഫോറസ്റ്റിൽ നിന്ന് അത്ര സാധനങ്ങൾ കിട്ടാതായപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവർക്ക് കൂലിപ്പണിക്കാരായിട്ട് ജോലി നോക്കേണ്ടി വന്നു. ബട്ട് മെനി ഓഫ് ദെം, പക്ഷേ പലരും, അതിലെ കൂടുതൽ ആൾക്കാരും ബേഗാസ് ഓഫ് സെൻട്രൽ ഇന്ത്യയിലെ ബേഗാസിനും അതുപോലെ തന്നെ വെർ റിലക്റ്റൻറ്റ് ടു ഡു വർക്ക് ഫോർ അതേഴ്സ്. അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുക, മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സെൻട്രൽ ഇന്ത്യയിലെ ബേഗാസിനൊന്നും വളരെ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് വളരെ അധികം മടിയായിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. ദ ബേഗാസ് സോ ദെംസെൽഫ് ആസ് പീപ്പിൾ ഓഫ് ദ ഫോറസ്റ്റ്. അവർ കാടിൻ്റെ മക്കളാണെന്നാണ് അവർ സ്വന്തമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ഹൂ കുഡ് ഓൺലി ലിവ് ഇൻ ദ പ്രൊഡ്യൂസ് ഓഫ് ദ ഫോറസ്റ്റ്. അവർക്ക് കാട്ടിലെ സാധനങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന കാടിൻ്റെ മക്കളാണ് അവർ. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്കാരായിട്ട് അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിട്ട് ജോലി ചെയ്യുക അവർക്ക് വളരെ അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഇറ്റ് വാസ് ബിലോ ദ ഡിഗ്നിറ്റി ഓഫ് ബേഗ ടു ബിക്കം എ ലേബറർ. ഒരു ലേബറർ ആവുക, കൂലിപ്പണിക്കാരനാവുക എന്നത് അവർക്കൊരു ഡിഗ്നിറ്റി കുറവായിട്ട് ബേഗാസ് കൺസിഡർ ചെയ്തു, കണ്ടു. ട്രൈബൽ ഗ്രൂപ്പ്സ് ഓഫൺ നീഡഡ് ടു ബൈ ആൻഡ് സെൽ ഇൻ ഓർഡർ ടു ബി ഏബിൾ ടു ഗെറ്റ് ഗുഡ്സ് that were not produced within the locality. അപ്പോൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് ഓഫൺ നീഡഡ് ടു ബൈ ആൻഡ് സെൽ in order to be able to get goods that were not produced within the locality. അപ്പോൾ അവരുടെ റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഗുഡ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. ദിസ് ലെഡ് ടു ദെയർ ഡിപ്പെൻഡൻസ് ഓൺ ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. അങ്ങനെ അവർക്ക് ട്രേഡേഴ്സ്, കച്ചവടക്കാരിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. മണി ലെൻഡേഴ്സ്, കടം കൊടുക്കുന്ന ആൾക്കാർ,
പൈസ കടം കൊടുക്കുന്ന ആൾക്കാർ അവരിലെല്ലാം ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരെ ആശ്രയിക്കേണ്ടി വന്നു ഇവർക്ക്. ട്രേഡേഴ്സ് കെയിം അറൗണ്ട് വിത്ത് തിങ്സ് ഫോർ സെയിൽ. ഈ കച്ചവടക്കാർ സാധനങ്ങൾ, വിൽക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. ആൻഡ് സോൾഡ് ദി ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസസ്. ഇവർക്ക് വലിയ പ്രൈസിലാണ്, വലിയ വിലയ്ക്കാണ് അവർ ഈ കച്ചവടക്കാർ സാധനങ്ങൾ കൊടുത്തത്. മണി ലെൻഡേഴ്സ്, ഈ കടം കൊടുക്കുന്ന ആൾക്കാർ, ഗേവ് ലോൺസ്, ഇവർക്ക് ലോൺ കൊടുത്തു ഈ ഗോത്രവർഗ്ഗക്കാർക്ക്, ഈ ട്രൈബൽസിന്. വിച്ച് ദ ട്രൈബൽസ് മെറ്റ് ദെയർ ക്യാഷ് നീഡ്സ്. അവരുടെ പൈസയ്ക്കുള്ള ആവശ്യങ്ങൾ അവരങ്ങനെയാണ് മീറ്റ് ചെയ്തത്. ആഡിങ് ടു വാട്ട് ദേ ഏൺഡ്. അങ്ങനെ അവർ സമ്പാദിച്ചതിൽ വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങൾക്ക് വേണ്ടിയുള്ള കാശ് ഇവരെന്ത് ചെയ്യും, മണി ലെൻഡേഴ്സിൽ നിന്ന് വാങ്ങിക്കും. അവർ ലോണായിട്ട് കൊടുക്കുകയും ചെയ്യും അവർക്ക്. ബട്ട് ദ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ദ ലോൺ വാസ് യൂഷ്വലി വെരി ഹൈ. അതിൽ ഈടാക്കുന്ന പലിശ എന്ന് പറയുന്നത് ഒരുപാടായിരുന്നു. സോ ഫോർ ദ ട്രൈബൽസ് മാർക്കറ്റ് ആൻഡ് കൊമേഴ്സ് ഓഫൺ മെൻറ്റ് ഡെറ്റ് ആൻഡ് പോവർട്ടി. അപ്പോൾ ഈ ട്രൈബൽസിന് ഈ മാർക്കറ്റും ഈ കൊമേഴ്സും ഈ കച്ചവടമൊക്കെ എന്താണ്, അത് ഡെറ്റും പോവേർട്ടിയുമായി. ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടവും, അവരുടെ കടം പെരുകാനൊക്കെ കാരണമായി. അതുപോലെ തന്നെ പോവേർട്ടി എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത അവസ്ഥ, അതിനെല്ലാം കാരണമായി. They therefore came to see the money lender and the trader as evil outsiders. അവരെല്ലാം ഈ മണി ലെൻഡേഴ്സും ഈ കച്ചവടക്കാരെല്ലാം വളരെ മോശം ആൾക്കാരായാണ് അവർ കണ്ടത്. ഔട്ട്സൈഡേഴ്സ്, ഈവിൾ ഔട്ട്സൈഡേഴ്സ് ആൻഡ് ദ കോസ് ഓഫ് ദെയർ മിസറി. അവരുടെ കഷ്ടപ്പാടിന്, മിസറി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, അവരുടെ കഷ്ടപ്പാടിന് കാരണക്കാരായാണ് അവർ ഈ മണി ലെൻഡേഴ്സിനെയും ട്രേഡേഴ്സിനെയും കണ്ടിരുന്നത്. അപ്പോൾ സം ഹേർഡഡ് ആനിമൽസ്, നമ്മളിപ്പോൾ ചിലർ ഹണ്ടർ ഗ്യാദറേഴ്സാണ്, ചിലർ ജൂം കൾട്ടിവേഷൻ ചെയ്യുന്നവരാണ്. സം ഹേർഡഡ് ആനിമൽസ്, ഹേർഡർ എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ, ജന്തുക്കളെ വളർത്തി. മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ലിവ്ഡ് ഇൻ ഹേർഡിങ് ആൻഡ് റിയറിങ് ആനിമൽ. ചിലർ മൃഗങ്ങളെ വളർത്തിയാണ് ജീവിച്ചിരുന്നത്. They were pastoralists who moved with their herds of cattle. പാസ്റ്ററലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലി മേയ്ക്കുന്ന ആൾക്കാർ. അവരവരുടെ കാറ്റിലും കന്നുകാലികളും അവരുടെ ആടുകളെയൊക്കെ കൊണ്ട് സീസൺ അനുസരിച്ച്, ഓരോ കാലഘട്ടങ്ങളനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മാറി അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. When the grass of one place was exhausted, they moved to another area. ഒരു സ്ഥലത്തെ പുല്ല് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അടുത്ത ഏരിയയിലോട്ട് പോകും. ദി വൻ ഗുജ്ജാർസ് ഓഫ് പഞ്ചാബ് ഹിൽസ് ആൻഡ് ദ ലബാഡിസ് ഓഫ് ആന്ധ്രാപ്രദേശ് വെർ കാറ്റിൽ ഹേർഡേഴ്സ്. അതായത് പശുക്കളെ തീരുന്ന ആൾക്കാരായിരുന്നു. വൻ ഗുജ്ജേഴ്സ് ഓഫ് പഞ്ചാബ് എവിടെയാണ്? ഇവിടെയാണ് വൻ ഗുജ്ജേഴ്സ് ഓഫ് പഞ്ചാബ് ആൻഡ് ലബാഡിസ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് എവിടെയാണ്? ഇവിടെയാണ്. ഇതാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെ ലബാഡിസും ഇവരെല്ലാം എന്താണ്? കാറ്റിൽ ഹേർഡേഴ്സാണ്, കന്നുകാലി മേയ്ക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഗദ്ദീസ് ഓഫ് കുല്ലു വെർ ഷെപ്പേർഡ്സ്. ഗദ്ദീസ് ഓഫ് കുല്ലു എന്ന് പറയുന്നത് നമ്മുടെ എവിടത്തെയാണ്? ഹിമാചലിലുള്ള ആൾക്കാരാണ് ഗദ്ദീസ്. അപ്പോൾ അതെല്ലാം ഷെപ്പേർഡ്സ് ആയിരുന്നു, ആട്ടിടയന്മാരായിരുന്നു. ആൻഡ് ദ ബക്കർവാൾസ് ഓഫ് കാശ്മീരിലെ ബക്കർവാൾസ് എന്ന് പറഞ്ഞാൽ റെഡ് ഗോഡ്സ്. ഇതാണ് കാശ്മീരിലെ ബക്കർവാൾസും അവിടുത്തെ ഒരു ട്രൈബാണ്. അവർ ആടുകളെ തീറ്റുന്ന ആൾക്കാരാണ്. You will read more about them in your history book next year. അടുത്ത വർഷം ഇവരെക്കുറിച്ചെല്ലാം അടുത്ത വർഷത്തെ ഹിസ്റ്ററിയിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അടുത്തതെന്ന് പറയുന്നത് സം ടുക്ക് ടു സെറ്റിൽഡ് കൾട്ടിവേഷൻ. ചിലർ സെറ്റിൽഡ് കൾട്ടിവേഷൻ ചെയ്യാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് തന്നെ സെറ്റിൽ ചെയ്ത് അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഇവർ ജീവിച്ചത് എന്നാണ്, ഈ ട്രൈബൽസ് ഗോത്രവർഗ്ഗക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പലതിനെയും കുറിച്ച് നമ്മൾ നോക്കി. ഇതിൽ നമ്മൾ ഈ പാരഗ്രാഫിൽ നമ്മൾ നോക്കുന്നത് ഈ സെറ്റിൽഡ് കൾട്ടിവേഷൻ എന്താണ്.
ഈവൻ ബിഫോർ ദ 19th century മുമ്പ് തന്നെ മെനി ഫ്രം വിത്തിൻ ദി ട്രൈബൽ ഗ്രൂപ്പ്സ് ഹാഡ് ബിഗൺ സെറ്റിലിംഗ് ഡൗൺ ആൻഡ് കൾട്ടിവേറ്റിംഗ് ദെയർ ഫീൽഡ്സ് ഇൻ വൺ പ്ലേസ് ഇയർ ആഫ്റ്റർ ഇയർ. അപ്പോൾ ഈ 19th century മുമ്പ് തന്നെ പല ട്രൈബൽ ഗ്രൂപ്പുകളും സെറ്റിൽ ഡൗൺ ആവാൻ തുടങ്ങി. ഓരോരോ സ്ഥലത്ത് അവർ വീട് വെച്ച് അല്ലെങ്കിൽ കുടിലുകൾ വെച്ച് താമസിക്കാൻ തുടങ്ങി. ആൻഡ് കൾട്ടിവേറ്റിംഗ് ദെയർ ഫീൽഡ്സ് ഇൻ വൺ പ്ലേസ്, ഒരു സ്ഥലത്ത് തന്നെ ഇയർ ആഫ്റ്റർ ഇയർ, ഒരു വർഷം അവിടെ തന്നെ ചെയ്തു, അടുത്ത വർഷം അവിടെ തന്നെ കൃഷി ചെയ്തു, പിന്നെ വർഷം അവിടെ തന്നെ കൃഷി ചെയ്തു. അങ്ങനെ അവരുടെ ഫീൽഡുകളിൽ സെറ്റിൽ ചെയ്ത് അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് പോവാതെ ഒരു സ്ഥലത്ത് തന്നെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ദേ ബിഗാൻ ടു യൂസ് പ്ലവ്, അല്ലെങ്കിൽ കലപ്പകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഗ്രാജുവലി ഗോട്ട് റൈറ്റ്സ് ഓവർ ദ ലാൻഡ് ദേ ലിവ്ഡ് ഓൺ. അവർക്ക് ഏത് സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്, കൃഷി ചെയ്യുന്നത്, ആ സ്ഥലത്തിൻ്റെ അധികാരം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തെ അധികാരം അവരുടെ ആയി. ആൻഡ് ഇൻ മെനി കേസസ്, പല കേസസിലും, ലൈക്ക് ദ മുണ്ടാസ് ഓഫ് ഛോട്ടാ നാഗ്പൂർ, ദി ലാൻഡ് ബിലോങ്ഡ് ടു ദി ക്ലാൻ ആസ് എ ഹോൾ. ആ മൊത്തം ഗോത്രത്തിൻ്റെ, ആ മൊത്തം ആൾക്കാരുടെ ആയിരുന്നു ഈ മുണ്ടാസ് എന്ന് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഛോട്ടാ നാഗ്പൂരിലെ, ബീഹാറിലെ മുണ്ടാസ് അവരുടെ ഏരിയ എന്ന് പറയുന്നത് അവരുടെ മൊത്തം ഗോത്രത്തിൻ്റെ, ആ ഏരിയയിലുള്ള അവരുടെ എല്ലാവരുടെയും കൂടെയാണ്. All members of the clan were regarded as descendants of the original settlers. അതായത് ഗോത്രത്തിലുള്ള ആ ട്രൈബിലുള്ള ആ സ്ഥലത്ത് ജീവിക്കുന്നവരുടെ എല്ലാവരുടെയുമാണ് ലാൻഡ്. അവരെല്ലാം അവരുടെ ഡിസെൻഡൻസ് ആണ്, അവരുടെ അടുത്ത തലമുറയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആ ലാൻഡിൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഹൂ ഹാഡ് ഫസ്റ്റ് ക്ലിയർഡ് ദ ലാൻഡ്, ഈ ഒറിജിനൽ സെറ്റിലേഴ്സാണ് ഫസ്റ്റ് ആ ലാൻഡ് ക്ലിയർ ചെയ്തതും ലാൻഡ് ഉണ്ടാക്കിയതും. ബാക്കിയുള്ളതെല്ലാം അവരുടെ ഡിസെൻഡൻസ് ആണ്, അവരുടെ അടുത്ത തലമുറകളാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ആ ഗോത്രത്തിലുള്ള എല്ലാവർക്കും ആ ലാൻഡിൻ്റെ മുകളിൽ ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. ദെർഫോർ ഓൾ ഓഫ് ദെം ഹാഡ് റൈറ്റ്സ് ഓൺ ദ ലാൻഡ്, എല്ലാവർക്കും അതിൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. വെരി ഓഫൻ സം പീപ്പിൾ വിത്തിൻ ദ ക്ലാൻ അക്വയർഡ് മോർ പവർ ദാൻ അതർ. ചിലർക്ക് കുറച്ച് കൂടുതൽ പവർ ഉണ്ടായിരുന്നു ആ ഗോത്രത്തിൽ തന്നെ, ചിലർക്ക്. സം ബിക്കെയിം ചീഫ്സ് ആൻഡ് അതർ ഫോളോവേഴ്സ്, ചിലർ തലവന്മാരായി, ചിലർ മൂപ്പന്മാർ, ചിലർ അവരുടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. പവർഫുൾ മെൻ ഓഫൺ റെൻറ്റഡ് ഔട്ട് ദെയർ ലാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് ഇൻ ദംസെൽഫ്. അതിൽ പവർഫുള്ളായിട്ടുള്ളവർ അവരുടെ ലാൻഡ് റെൻറ്റിന് അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ മറ്റുള്ളവർ കൃഷി ചെയ്യും. ഇവർ കൃഷി ചെയ്യില്ല, മറ്റുള്ളവർ കൃഷി ചെയ്യും, എന്നിട്ട് വാടക കിട്ടും അവർക്ക്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് സോ സെറ്റിൽഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് ലൈക്ക് ഗോൺസ് ആൻഡ് സന്താൾസ്. ഈ ഗോൺസും സന്താൾസൊക്കെ സെറ്റിൽഡ് ഗ്രൂപ്പുകളാണ്, സെറ്റിൽഡ് ട്രൈബൽ ഗ്രൂപ്പ്സാണ്, ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച് കൃഷി ചെയ്ത് വരുന്ന ആൾക്കാർ. മോർ സിവിലൈസ്ഡ്, കുറച്ചുകൂടി പരിഷ്കൃതരാണ്. ഹണ്ടർ ഗ്യാദറർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിനെക്കാളും കുറച്ചുകൂടി സിവിലൈസ്ഡ് ആണ് ഈ സെറ്റിൽഡായ ആൾക്കാരെന്ന് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിന് മനസ്സിലായി. Those who lived in the forest were considered to be wild and savage. ഈ ഫോറസ്റ്റിൽ താമസിക്കുന്നവരെ വൈൽഡ് അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ പരിഷ്കൃതല്ലാത്ത ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. ദേ നീഡഡ് ടു ബി സെറ്റിൽഡ് ആൻഡ് സിവിലൈസ്ഡ്. അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കണം, അതുപോലെ തന്നെ അവരെ സിവിലൈസും ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ഇനി അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thanks for watching. Please do subscribe, like and share. Thank you.